KSRTC ബസ്സുകൾ വാങ്ങിയതിൽ തട്ടിപ്പെന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന രേഖ എവിടെ നിന്ന് ലഭിച്ചെന്ന് അറിയണമെന്ന് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ഈ രേഖ ചമച്ചു കൊടുത്ത ഉദ്യോഗസ്ഥൻ ആരാണെന്നെങ്കിലും ലേഖകൻ വെളിപ്പെടുത്തണമെന്നും KB ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണം വെക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും CBI അന്വേഷിച്ചാലും അതിനെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റ് മാധ്യമങ്ങളൊന്നും വിഷയം ഏറ്റെടുക്കാത്തതിനാൽ ഓൺലൈൻ മാധ്യമങ്ങളെ ഇടയ്ക്കുവിടുകയാണെന്നും അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സമീപിക്കുമെന്നും ഈ വാർത്തയിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. KSRTC ബസ് വാങ്ങാത്ത വില എവിടെ നിന്ന് കിട്ടിയെന്ന് ലേഖകൻ പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷം കേരളം ഭരിച്ച LDF സർക്കാരിന് കളങ്കം വരുത്തുന്നതിനാലാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. KSRTCയുടെ ബോർഡ് യോഗത്തിലാണ് ബസ് വാങ്ങുന്നത് തീരുമാനിക്കുന്നത്. അവിടെ മന്ത്രിക്ക് കാര്യമില്ല. KSRTCയിൽ ടെൻഡർ വിളിക്കാതെ വണ്ടി വാങ്ങിക്കാൻ കഴിയില്ല. KSRTC ഡയറക്ടർ ബോർഡാണ് വണ്ടി വാങ്ങുന്നതിനുള്ള ഉത്തരവ് നൽകുന്നത്. ഇവരെ കബളിപ്പിച്ചിട്ട് കൂടിയ വിലയ്ക്ക് വണ്ടി വാങ്ങാൻ കഴിയില്ലെന്നും അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് ഇക്കാര്യം അന്വേഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. താൻ കാറു വാങ്ങിയത് ലോൺ എടുത്താണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി നല്ല കാര്യമാണെന്നും പെൺകുട്ടികൾക്ക് പുറമെ KB ഗണേഷ് കുമാർ പറഞ്ഞു. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. Solar Lights. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.